guys, welcome back to my channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ അലോവേറയുടെ ഒരു കണ്ടന്റ് ആയിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ അലോവേറ ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ഈ പറഞ്ഞ പോലെ ഹോം മെയ്ഡായിട്ട് നമുക്ക് ജെൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. നമ്മളിപ്പോഴായി പിന്നെ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അലോവേറ ജെല്ലെന്നും പറഞ്ഞ് അവൈലബിൾ ആയിട്ടൊക്കെ നമുക്കെങ്കിലും കിട്ടുമെങ്കിലും അതൊരു 100% ഓർഗാനിക് ആവണമെന്നില്ല നമുക്ക്. അങ്ങനെ ഗൈസ്, എനിക്ക് വേണ്ടി 2 പീസാണ് അലോവേറ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അലോവേറ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് കട്ട് ചെയ്യാൻ നേരത്ത് അതിനകത്ത് ഒരു യെല്ലോയിഷ് ഫ്ലൂയിഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അത് പോയതിന് ശേഷം നമുക്ക് പീസാക്കി കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫേസിനൊക്കെ ഭയങ്കര ഇച്ചിങ്ങും അതുപോലെ തന്നെ ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഈ യെല്ലോയിഷ് ആയിട്ടുള്ള ഫ്ലൂയിഡ് പോയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ആ ഒരു യെല്ലോയിഷ് ഫ്ലൂയിഡ് നമുക്കത് ഡൗൺ പൊസിഷനിൽ വെച്ചാൽ മതി. അപ്പം അത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. അപ്പം നമുക്ക് അതിൻ്റെ കളറ് ഡിസ്കളറേഷൻ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊരു വൈറ്റ് ആയതിന് ശേഷമേ നമ്മൾ മാക്സിമം കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു യെല്ലോയിഷ് നമുക്ക് ചൊറിച്ചിൽ പോലെയുള്ള അലർജീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ ഇതേ ഒരു ചെറിയ പീസായിട്ടാണ് ഞാൻ എടുത്തേക്കണ 2 പീസും കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതേ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചോ നമുക്ക് ഒരു വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. ഞാനത് കഴിഞ്ഞ് എല്ലാം ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാം വെള്ളത്തിൽ ഒരു 20 to 30 മിനിറ്റ്സ് ഞാനത് സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ആ ഒരു ഫ്ലൂയിഡിനെ പിടിച്ചിട്ടാണ് ഞാൻ ഇത്തിരി നേരം വെള്ളത്തിൽ കിടന്നോട്ടെ, ഇത്തിരി സേഫ്റ്റി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് വെച്ചത്. സോ ഗൈസ്, ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. മാക്സിമം അലോവേറ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും ഇത് വീട്ടിൽ തന്നെ മാക്സിമം ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ കടകളിലൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫേക്കായിട്ടുള്ള അലോവേറ ജെല്ല് വിത്ത് കെമിക്കലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ വീട്ടിൽ ഇതേപോലെ അലോവേറ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വെറുതെ കടയിൽ പോയിട്ട് കെമിക്കലായിട്ടുള്ള അലോവേറ ജെല്ലെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേറെ ഒന്നും വേണ്ട. നമുക്ക് ജെലാറ്റിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോൺഫ്ലോർ അങ്ങനത്തെ ഒരു കെമിക്കൽ അക്സസറീസും നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് നമുക്ക് ഈ 2 സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ജെല്ല് നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ നമ്മുടെ വീട്ടിൽ. അപ്പം ഞാൻ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 to 20 മിനിറ്റ്സ് കഴിഞ്ഞേക്കണേണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം. നമുക്ക് വേറെ ഒന്നുമല്ല, നമുക്കിത് മിക്സിയിൽ വെള്ളം കളഞ്ഞിട്ട് നമ്മുടെ അലോവേറ ജെല്ല് മാത്രമായിട്ട് ക്യൂബ് മാത്രമായിട്ടുള്ള ജെല്ല് എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. അടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് എടുത്തേക്കണത്. ആ 2 എണ്ണം ഞാൻ പീസാക്കി മുറിച്ച് വെച്ചേക്കണതാണ്. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സ്റ്റാർച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മിക്സിയിൽ പോയി ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർച്ചിന് വേണ്ടി നമ്മൾ ഒരു ബൗളിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് മാറ്റാം കേട്ടോ.
ഗായ്സ്, ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സോ താങ്ക് യു ഫോർ